പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കിന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ പഠിക്കാനുള്ള സ്വർഗത്തിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയപ്പെടാനായിട്ട് ആഗ്രഹിക്കാം. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാ. ഈശോയെ ആരാധന. ഹാലേലൂയാ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു സീറോ ഫിനീഷ്യൻ വംശജയായ ഗ്രീക്കുകാരിയായ വിജാതിയായ ഒരു സഹോദരി യേശുവിനെക്കുറിച്ച് ശരിക്കും കേട്ട്, യേശുവിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞ് അവനെ ആരാധിച്ചു. ഇത്രയും നമ്മൾ കണ്ടു. എന്നിട്ട് ആരാധിച്ചതിന് ശേഷം അവൾ ആവശ്യപ്പെട്ടു, എൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമേ. ഇത്രയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 27-ാമത്തെ വാക്യം എടുക്കാം. 27-ാമത്തെ വാക്യം, അവൻ മറുപടി പറഞ്ഞു. വളരെ വളരെ വേദനാജനകമായൊരു വാക്യമാണ് കർത്താവ് പറയാൻ പോകുന്നത്. അവൻ മറുപടി പറഞ്ഞു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാവട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. ഇത് കർത്താവാണോ പറയുന്നത് എന്ന് നമുക്ക് വേദന തോന്നും. പക്ഷെ ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ശരിക്കും പിടികിട്ടി എന്തിനാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം ഈ ബ്രെഡ് സെക്ഷൻ്റെ പശ്ചാത്തലത്തിലേ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡുകൾ കാണാത്ത ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ മുമ്പുള്ള എപ്പിസോഡുകൾ കാണണം. പ്രത്യേകിച്ച് 6-ാം അധ്യായം മുതലുള്ളത്. അത് കണ്ടാലേ ഞാൻ ഈ വിവരിക്കുന്ന ഓരോ സംഭവവും മനസ്സിലാവും. ഇനി അടുത്തത് ബധിരനെ സുഖപ്പെടുത്താം, അതും വിജാതീയനാണ്. അതെല്ലാം മനസ്സിലാവാൻ നമുക്ക് പറ്റണമെങ്കിൽ, മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മളിവിടെ കാണേണ്ടത്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആശയം ഈ അപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇത് വിവരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ആ പരിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ നമുക്കിത് മനസ്സിലാവും. പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ. അപ്പോൾ 27-ാമത്തെ വാക്യം, അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നിയില്ലേ? എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീയെ, വളരെ വിഷമിച്ച് വന്ന സ്ത്രീയെ ഇപ്പം ശരിക്കും എന്താ വിളിച്ചേ? നായെന്നല്ലേ വിളിച്ചേ? നായെന്നാണ് വിളിച്ചത്. എന്തിനാണ് അങ്ങനെ വിളിച്ചത്? ഒരു പ്രയാസം തോന്നില്ലേ നമുക്ക്? കേൾക്കുമ്പോൾ ഇത് തോന്നി, ഇത് എന്തിനാണ് കർത്താവ് അങ്ങനെ വിളിച്ചത്? ഇപ്പം ഇത് ശരിക്കും അർത്ഥം മനസ്സിലാക്കിയോ? അതായത് വിജാതീയരെ യഹൂദര് വിളിച്ചിരുന്ന ഒരു പേരാണ് നായ. അതെപ്പോഴും ഓർത്തോണം. അതായത് വിജാതീയരെ യഹൂദര് വിളിക്കുന്ന പേരാണെന്ത്? നായ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അത് വിളിക്കണമെന്നുണ്ടോ? യേശു അത് വിളിക്കണമെന്നില്ല. പിന്നെ എന്തുകൊണ്ട് യേശു അത് വിളിച്ചു? യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ. മക്കൾ ആരാണ്? യഹൂദരാണ്. മക്കൾക്കാണ് അപ്പം. അതെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല, വിജാതിയർക്ക് കൊടുക്കില്ല. എന്തിനാണ് ഈ നായ എന്ന് വിളിച്ചത്? അത് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് പറഞ്ഞാൽ പോരെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം വർദ്ധിപ്പിച്ചത് തൊട്ട് മുമ്പ് 6:33 മുതൽ അപ്പം വർദ്ധിപ്പിച്ചത് യഹൂദരുടെ മണ്ണിൽ വെച്ചാണ്. ഇത് സൂക്ഷിച്ച് കേൾക്കണം. യഹൂദരുടെ മണ്ണിൽ വെച്ചാണ് അപ്പം വർദ്ധിപ്പിച്ചത്. അപ്പം യഹൂദരോടാണ് വെളിപ്പെടുത്തിയത് എന്ത്? ഞാൻ ദൈവമാണ്. മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് മന്ന വർഷിച്ച് തന്ന അതേ ദൈവമാണ് ഞാൻ ആകുന്നവനാകുന്നു. ഐ ആം ഹു ആം. അവൻ കടന്നു പോകാൻ ഭാവിച്ചു, കടലിന് മീതെ നടന്നു. ആദ്യം യഹൂദർക്ക് മുമ്പിൽ ഇത് വെളിപ്പെടുത്തി. ഇനി വിജാതിയർക്ക് മുമ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി അപ്പം വർദ്ധിപ്പിക്കും. 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോവാണത്. വിജാതിയരുടെ മുമ്പിലും അവൻ തെളിയിക്കും, ഞാൻ ദൈവമാണ്. അത് വരാൻ പോന്നേ ഉള്ളൂ. ഇപ്പം കർത്താവ് പറയാണ്, ഞാൻ ദൈവമാണെന്ന് ഞാൻ
ജനത്തിൻ്റെ വിശപ്പ് ശമിപ്പിക്കുന്ന അപ്പം, നിത്യജീവൻ്റെ അപ്പം കൊടുക്കുന്നവനാണെന്ന് മക്കളെന്ന് ദൈവം കരുതി പരിപാലിച്ച ജനമായ യഹൂദരോടാണ് ഇതുവരെയും വെളിപ്പെടുത്തിയത്. നിനക്കതറിയില്ല, നിനക്കതിനെക്കുറിച്ച് വെളിച്ചമില്ല. നീ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഏതോ സൗഖ്യം തരുന്ന ഒരാളായിട്ടാണ്. ഞാൻ അതല്ല, ഞാൻ അപ്പം തന്ന ദൈവമാണ്. ഞാൻ നിനക്ക് അപ്പം തരാൻ പോകുന്ന ദൈവമാണ്. നീ അതറിയാതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മക്കൾക്കത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ മക്കൾക്ക് കൊടുത്ത വെളിപാട് എനിക്ക് തരാൻ പറ്റില്ല, കാരണം നീ വിജാതിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിൽ സുവിശേഷം കേൾക്കാനുള്ള ആദ്യത്തെ ഒരു മുൻഗണന യേശു അപ്പസ്തോലന്മാർ യഹൂദർക്ക് കൊടുത്തിരുന്നു. മുൻഗണന. അതുകൊണ്ട് അത് പറയുകയാണ്, മക്കൾക്കാണ് അതിനുള്ള പ്രയോറിറ്റി. അത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. മക്കളുടെ അപ്പം എന്താ അർത്ഥം? വിശുദ്ധ കുർബാന, കർത്താവ് കൊടുക്കുന്ന ഭക്ഷണം, കർത്താവ് വിളമ്പുന്ന അപ്പം, യേശുവിനെ സൗഖ്യം നൽകുന്ന ഒരാളായിട്ട് കാണുന്ന ഒരാൾക്കോ ഒരു കൂട്ടം ജനതയ്ക്കോ തരാൻ പറ്റില്ല. വിശുദ്ധ കുർബാന ആർക്കുള്ളതാണ്? വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. ആർക്കാണത്? യേശുവിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുത പ്രവർത്തകനായി കാണുന്ന ആളുകൾക്ക് തരാനുള്ളതല്ല, മറിച്ച് യേശുവിനെ ദൈവമായിട്ട് കാണുന്നവർക്കാണ് ഈ അപ്പം. ഞാൻ തരാൻ പോകുന്ന അപ്പം, ഞാൻ വിളമ്പാൻ പോകുന്ന അപ്പം, ദിവ്യകാരുണ്യ അപ്പം, പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും അനുഗ്രഹം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് തരാനുള്ളതല്ല, മറിച്ച് എന്നെ ദൈവമായിട്ട് കാണുന്നവർക്കുള്ളതാണ്. ഇപ്പം നിലവിൽ നീ എന്നെ ദൈവമായിട്ട് കണ്ടിട്ടില്ല, നീ ഇപ്പം എന്നെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് നിനക്ക് തരാൻ പറ്റില്ല. പിടികിട്ടുന്നോ? പക്ഷേ ചോദ്യം അവിടെ അവശേഷിക്കുന്നു, അതിന് നായെന്ന് വിളിക്കണോ? അതിന് നായെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഡെറഗോറ്റ് എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ഒരു വല്ലാത്ത പ്രയോഗമാണത്, അല്ലേ? വല്ലാത്തൊരു പ്രയോഗമാണത്. അത് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇതങ്ങ് പറഞ്ഞാൽ പോരെ, മോളെ നീ റെഡി ആയിട്ടില്ല, പ്രിപ്പയർഡ് ആയിട്ടില്ല, നീ എന്നെ ദൈവമായിട്ട് കണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെന്തിന്? ശരിക്കും പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്തതാണ്. എന്തിനാന്ന് ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേൾക്ക്. യഹൂദർക്ക് ജന്മം കൊണ്ട് കിട്ടിയത്, നീ മറുപടി പറയണം. യഹൂദർക്ക് ജന്മം കൊണ്ട് കിട്ടിയത് എന്ത്? തെരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന പേര്. ശ്രദ്ധിക്കണം, യഹൂദർക്ക് ജന്മം കൊണ്ട് കിട്ടിയത് എന്ത്? ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന പേര്. നീ പറയണം, നിനക്ക് കിട്ടിയത് എങ്ങനാ? നീ വിശ്വാസത്തിൽ ജനിച്ച ആളാണോ? അല്ല. നിനക്ക് കിട്ടിയത് എങ്ങനാ? പറ. വിശ്വാസം കൊണ്ട്. ശ്രദ്ധിച്ചോണം, യഹൂദർക്ക് ജന്മം കൊണ്ട് കിട്ടിയത്, നിനക്ക് കിട്ടിയത് വിശ്വാസം കൊണ്ടാണ്. ആണോ? അപ്പം മക്കൾക്ക്, യഹൂദർക്ക് ജന്മം കൊണ്ട് കിട്ടുന്നത് ഈ സീറോ ഫിനീഷ്യൻ വംശജയ്ക്ക് എങ്ങനെ കിട്ടും? എന്തുണ്ടെങ്കിലേ കിട്ടൂ? വിശ്വാസം കൊണ്ടല്ലേ കിട്ടൂ. കേട്ടോണം, ആ വിശ്വാസം ഒരു മോശപ്പെട്ട വാക്ക് കേട്ടാൽ ഓടിപ്പോകുന്ന വിശ്വാസമായാൽ പറ്റില്ല. യേശുവിൽ നിന്ന് നല്ലത് മാത്രം വന്നാൽ, യേശു നല്ലത് മാത്രം തന്നാൽ, പ്രാർത്ഥിക്കുന്ന എല്ലാം തന്നാൽ, ചോദിച്ചതിനെല്ലാം മറുപടി തന്നാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറയുന്ന ഒരാളുടെ വിശ്വാസം കൊണ്ട് ഈ യഹൂദന് ജന്മം കൊണ്ട് കിട്ടിയത് കിട്ടില്ല. നിനക്കൊരു ഉയർന്ന വിശ്വാസം വേണം. കേൾക്കണേ, ഉയർന്ന വിശ്വാസം വേണം. ഉയർന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും, എങ്ങനെ ആക്ഷേപിച്ചാലും, ചവിട്ടി തേച്ചാലും, പുറങ്കാല് കൊണ്ട് തട്ടിയെറിഞ്ഞാലും നിന്നെ ഞാൻ വിടില്ല എന്ന് പറയുന്നൊരു വിശ്വാസം നിനക്കുണ്ടായാൽ നിന്നെ മക്കളുടെ കൂട്ടത്തിൽ ഇരുത്താം. അതിനാണ് നായെന്ന് വിളിച്ചത്. നീ പോവോന്ന് എനിക്കറിയണം. പിടികിട്ടിയോ?
അതായത് ഹ്യൂമിലിയേഷൻ ടു ദ കോർ. നിനക്ക് മനസ്സിലാവും ഇത്. ഹ്യൂമിലിയേഷൻ ടു ദ കോർ. അത് ഞാൻ നിനക്ക് തന്നാൽ നീ പോവോ? പോവില്ലെങ്കിൽ നിനക്ക് അടുത്ത തലത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടെന്ന് ഞാൻ ഉറപ്പിക്കും. എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഇരുത്തും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടിയോ അത്? അപ്പം മനസ്സിലായോ? അതായത് ഈ പൊത്തിയും പൊതിഞ്ഞും തലോടിയും നല്ല വാക്ക് പറഞ്ഞും എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമോളെ, നിനക്ക് ഞാൻ സൗഖ്യം തരാം എന്ന് പറയുന്നവനല്ല യേശു. ചിലപ്പോൾ യേശു കർക്കശമായ ഭാഷ സംസാരിക്കും. ഈ സ്ത്രീ എന്തിനു നായെന്ന് വിളിച്ചു? അതിനുള്ള ഉത്തരം നമ്മൾ കാണുന്നത്. എന്തിനാണ് നായെന്ന് വിളിച്ചത്? അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? അപ്പം നമുക്ക് തോന്നാവുന്ന ഒരു ചിന്ത എന്താ? ഇവൾ ഒഫൻഡഡ് ആവില്ലേ? ഇവൾ ഒഫൻഡഡ് ആവുമോ? കേട്ടോണേ, ഇപ്പം നിന്നോട് ഞാൻ നിന്നെ പട്ടിയെന്ന് വിളിച്ചാൽ, നായെന്ന് വിളിച്ചാൽ നിനക്ക് മുറിയുമോ? നീ അപമാനം കൊണ്ട് വീർപ്പ് മുട്ടുമോ? നീ ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആവുമോ എന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. യേശുവിന് പറ്റുമോ? പറ്റും. ഞാൻ നിന്നെ നായെന്ന് വിളിച്ചാൽ നീ തിരിച്ച് പോടാ നായെന്ന് തിരിച്ച് പറയുമെന്നോ? ഞാൻ നിന്നെ നായെന്ന് വിളിച്ചാൽ നീ ഹല്ലേലൂയ പറയുമെന്നോ? എനിക്കറിഞ്ഞൂടാ, കർത്താവിനറിയാം. നീ ഹല്ലേലൂയയാണ് ഈ നായ എന്ന വിളിക്ക് പ്രത്യുത്തരമായി പറയാനിടയുള്ള ആത്മാവാണ് നീയെങ്കിൽ ദൈവം ചിലപ്പോൾ നിന്നെ നായെന്ന് വിളിക്കും. ഈ സീറോ ഫിനീഷ്യൻ വംശജയായ സ്ത്രീ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പസ്തോലന്മാർക്ക് അറിഞ്ഞൂടാ, കർത്താവിനറിയാം. കർത്താവിന് മനസ്സിലായി, ഇവളെ ഇപ്പോൾ ഒന്ന് അപമാനിച്ചാൽ ഇവൾ ഒഫൻഡഡ് ആവുന്നതിന് പകരം ഇവൾ അടുത്ത വിശ്വാസത്തിലേക്ക് ഉയരുകയും വിജാതീയരിലേക്ക് ഈ അപ്പം വിളമ്പാനുള്ള എൻ്റെ സുവിശേഷ സാധ്യത തുറക്കപ്പെടുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നു നമുക്ക്? അതായത് ഈ പ്രതികരണം, ഒരാളുടെ അകം അറിയാത്തവരാണ് നമുക്കറിഞ്ഞൂടാ. ആർക്കറിയാം? നമ്മുടെ വാക്കുകൾ ഒരു മനുഷ്യനെ മുറിപ്പെടുത്തുമോ പടുത്തുയർത്തുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അകവും പുറവും കാണുന്നവനാണ് യേശു. അപ്പോൾ ഒരു ഡിനയൽ, ഒരു റിജക്ഷൻ, മനസ്സിലായില്ലേ? ഒരു ഉപേക്ഷിക്കപ്പെടൽ, ഒരു തള്ളിപ്പറയൽ, ഒരു ചവിട്ടിത്തേക്കല്, ഒരു കൺസിഡറേഷൻ തരാത്തത്, ചിലപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ, അട്ടർ റിജക്ഷൻ. ഇത് കിട്ടിയാൽ നിന്റെ ആത്മാവ് അടുത്ത തലത്തിലേക്ക് വളരുമെന്ന് യേശുവിന് അറിയാമെങ്കിൽ ദൈവം നിനക്ക് അംഗീകാരത്തിന് പകരം റിജക്ഷൻ തരും. മനസ്സിലാവുന്നോ? നിന്റെ ആത്മാവിനെ പടുത്തുയർത്തുന്നത് പ്രോത്സാഹനങ്ങളെക്കാൾ അധികം തിരസ്കാരങ്ങളാണെങ്കിൽ ദൈവം നിനക്ക് പ്രോത്സാഹനം തരുന്നതിന് പകരം തിരസ്കാരം തരും. ഇത് ആർക്കേ അറിയൂ? അകം കാണുന്നവനെ അറിയൂ. അതുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച യേശു എന്നെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയരുത്. നിനക്ക് പ്രോത്സാഹനം അല്ല നിന്നെ വളർത്താൻ പോകുന്നത്, നിനക്ക് തിരസ്കാരമാണ് നിന്നെ വളർത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് നിനക്ക് തിരസ്കാരവും അവന് പ്രോത്സാഹനവും കൊടുത്തത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇതൊക്കെ ആത്മീയതയുടെ ഉയർന്ന തലങ്ങളാണ്, ഉയർന്ന സത്യങ്ങളാണ്. അത് മനസ്സിലാക്കിയാലേ ജീവിതത്തിലെ അനുഭവങ്ങളെ നമുക്ക് കർത്താവിനോട് ചേർന്ന് നേരിടാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പറയും, ദേ അവന് അംഗീകാരം കൊടുത്തു, അവനോട് അങ്ങനെ കാണിച്ചു, അവന് 2 നില വീട് കൊടുത്തു, അവന് കൊടുത്തു, എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അകം കാണുന്നവനെ അകത്തെ പണിയാൻ അറിയൂ. അകം കാണുന്നവനെ അറിയൂ, അകത്തെ പണിയാൻ. അകം കാണുന്നവനെ അറിയൂ, ആത്മാവിനെ പണിയാൻ ദൈവം ചിലപ്പോ നിന്നെ നായെന്ന് വിളിച്ചെന്ന് വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഓരോ ആത്മാവിനോടും ഈശോ ഇടപെടുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരോടും ഒരുപോലല്ല. ഓരോ ആത്മാവിൻ്റെ അത് വണ്ടി സർവീസ് ചെയ്യുന്നവൻ ഓരോ വണ്ടിയും ഓരോ വിധത്തിൽ പണിയും അറിയാവുന്നവൻ, പണി അറിയാവുന്നവൻ. അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി ചെയ്യുമല്ല, മറിച്ച് ഒരാൾ, പ്രത്യേകിച്ച് ഒരാത്മാവിനെ എങ്ങനെ പണിതുയർത്തണം അത് കർത്താവിനറിയാം. അതുകൊണ്ട് ജീവിതാനുഭവങ്ങളെ നമ്മൾ എങ്ങനെ കാണണം എന്ന് കർത്താവ് പഠിപ്പിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിനക്ക് ഉയർന്ന ഒരു വിശ്വാസം ഉണ്ടോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ഞാൻ നിൻ്റെ വിശ്വാസത്തെ വളർത്താൻ പോവാണ്. അപ്പം നോക്കി, നശിപ്പിക്കാനാണോ ഇങ്ങനെ വിളിച്ചേ? വളർത്താനാണ്. അപ്പം കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ അത് ശരിയാണ്.
ഞാൻ നായാണ്, ഞാൻ നായാണ്, ഞാൻ വിജാതിയാണ്, എനിക്ക് അർഹതയില്ല. ലോർഡ്, ഇറ്റ്സ് ട്രൂ, വാട്ട് യു സെഡ് ഈസ് ട്രൂത്ത്. നീ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ അവസ്ഥ ഏതാണ്. വേറൊരു വ്യാഖ്യാനം ഞാൻ സാധാരണ പറയാറുള്ളത്, അതായത് ഈ സ്ത്രീ ഒരു പാവത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. നായ എന്ന വാക്കിന് വ്യഭിചാരിണി എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അത് മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത വിധത്തിൽ, മറ്റുള്ളവരെന്താ വിചാരിക്കൂ, വിജാതിയായോണ്ട് അങ്ങനെ വിളിച്ചാന്നേ വിചാരിക്കൂ. പക്ഷെ ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ മകളുടെ മേലെ ഈ പിശാച് കടന്നു വന്നതിന് നിന്റെ പാപജീവിതം ഒരു കാരണമാണ്. അതുകൊണ്ട് മകള് വിടുവിക്കപ്പെടാൻ നീ അത് അക്സെപ്റ്റ് ചെയ്യണം. ഈ പാപം നിന്നിലുണ്ടെന്ന്, ആ പാപത്തിന് പരിഹാരം തരാൻ എനിക്ക് പറ്റുമെന്ന്, ഞാൻ ദൈവമാണെന്ന് നീ ഇത് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അവൾക്ക് മാത്രം മനസ്സിലാവും, വേറെ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടെ ഉണ്ട് അതിന്, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അവൾ പറയുകയാണ്, കർത്താവേ അത് ശരിയാണ്. നിങ്ങൾ നോക്കിയേ, ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്ന എവിടെയെന്നറിയോ? അവൻ്റെ അവസ്ഥ സത്യസന്ധമായിട്ട് അംഗീകരിക്കുമ്പോഴാണ്. ഇല്ലാത്തത് ഭാവിക്കുമ്പോഴല്ല, ഉള്ളത് അംഗീകരിക്കുമ്പോഴാണ്. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി, പരിസേനല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാണ്, നിന്റെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, ഞാൻ പാപിയാണ്, കൊടും പാപിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവൾ പറയാണ്, കർത്താവേ അത് ശരിയാണ്, എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. കേട്ടോണേ, ഇവളെന്താ പറഞ്ഞേ? ക്രംസ്, ഈ ബിറ്റ്സ് ആൻഡ് പീസസ്, മുറിഞ്ഞ് താഴോട്ട് വീഴുന്നത് അല്ലെ. യഹൂദൻ കൈയൊക്കെ തുടച്ചിട്ട് ബ്രെഡ് എടുത്ത് താഴോട്ട് ഇങ്ങനെ പട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കുമെന്ന് പറയുന്നത്. ഈ കഴുകിയിട്ട് ബ്രെഡ് കൊണ്ട് ഇങ്ങനെ കൈയൊക്കെ തുടച്ച് താഴോട്ടിടും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താവട്ടെ, ഈ ക്രംസ്, ഈ പീസസ്, അപ്പോൾ ഇത് താഴോട്ട്, ഈ പീസസ് താഴോട്ട് വീഴുമ്പോൾ അവൾ പറയാണ്, ശരിയാണ്, ഞങ്ങൾ നായ്ക്കളാണ്. നായ്ക്കൾ എവിടെ കിടക്കുന്നത്? നായ്ക്കൾ കസേരയിലല്ല ഇരിക്കുന്നത്, നായ്ക്കൾ യജമാനൻ്റെ കാൽച്ചുവട്ടിലാണ്. പക്ഷെ നായ്ക്കൾക്കും കിട്ടത്തില്ലേ, വീഴുന്ന ഈ അപ്പക്കഷണങ്ങൾ നായ്ക്കൾക്കും കിട്ടില്ലേ എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൾ എന്താ പറയുന്നത്? കർത്താവേ എനിക്ക് ഈ മേശയ്ക്ക് കീഴിൽ വീഴുന്ന ആ നുറുങ്ങ് കഷണങ്ങളായാലും മതി. പക്ഷെ ഇത്രയും വലിയൊരു വിശ്വാസത്തിൻ്റെ ഉടമയായ ഈ സ്ത്രീക്ക് കർത്താവ് കൊടുത്തത് മേശയുടെ കീഴിൽ വീണ അപ്പക്കഷണങ്ങളല്ല, വലിയൊരു വിരുന്ന് തന്നെയാണ്. അത് നമ്മൾ കാണുന്നത് മർക്കോസ് 8:1 മുതൽ. അവൻ വിജാതീയരുടെ സ്ഥലത്ത് വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി അപ്പം വർദ്ധിപ്പിച്ച് വിശുദ്ധ കുർബാന എന്ന സാധ്യത വിജാതീയർക്കായി തുറന്നു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്കിത് പിടികിട്ടുന്നുണ്ടോ? ഇത് അടുത്ത തലത്തിൽ, ആഴത്തിൽ നമ്മൾ ഇറങ്ങിയാൽ ഇത് മനസ്സിലാവും. ഇതെല്ലാം വിശുദ്ധ കുർബാനയാണ് ഇതിൻ്റെ പ്രതിപാദന വിഷയം, വിജാതീയർക്ക്. അതുകൊണ്ട് നമ്മുടെ കോളനിയിലുള്ള ചേട്ടൻ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധ കുർബാന അവന് കൊടുക്കാം. യേശുവിലുള്ള വിശ്വാസം അവൻ ഏറ്റു പറഞ്ഞാൽ വിശുദ്ധ കുർബാന യഹൂദർക്ക് മാത്രമല്ല, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവർക്ക് മാത്രമല്ല, യേശുവിൽ ആര് വിശ്വാസം, അത് ഏത് വിശ്വാസമാണ്? വെറുതെ സൗഖ്യം കിട്ടുന്നൊരു വിശ്വാസമല്ല, യേശു ദൈവമാണെന്ന വിശ്വാസം ഏറ്റു പറയുന്നവന് വിശുദ്ധ കുർബാന എന്ന വിരുന്ന് മേശയ്ക്ക് കിഴി വീഴുന്ന അപ്പക്കഷണമല്ല, മേശയിൽ ഒപ്പമിരുത്തി, കസേരയിൽ അടുത്തിരുത്തി കർത്താവ് വിളമ്പി കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇത് അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊക്കൊള്ളുക. അവൾ വീട്ടിലേക്ക് മടങ്ങി, കട്ടിൽ കിടക്കുന്ന അവൾ കണ്ടു, പിശാച് അവളെ വിട്ടുപോയിരുന്നു. അതായത് സുവിശേഷത്തിൽ ദൂരെ, അതായത് വിദൂരത്തിലിരിക്കുന്ന ഒരാൾക്ക് കർത്താവ് വേറൊരു സ്ഥലത്ത് വെച്ച് സൗഖ്യം കൊടുക്കും. അങ്ങനെ 2 സംഭവമുള്ളൂ. ഒന്നിതാണ്, ഒന്ന് ശതാധിപൻ്റെ വൃത്യനാണ് നമ്മൾ കണ്ടത്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടത്. ശതാധിപൻ്റെ വൃത്യനാണത്. അവൻ വീട്ടിൽ, അവൻ വഴി വെച്ചത് പറയുമ്പോൾ വീട്ടിലിരിക്കുന്നവൻ സൗഖ്യപ്പെടും. എന്താണ്? ഡിസ്റ്റൻസിൻ്റെ മേലുള്ള അധികാരമാണ്, ദൂരത്തിൻ്റെ മേലുള്ള അധികാരമാണ്. ആർക്കുണ്ടത്? യേശുവിനുണ്ട്. രണ്ടാമത്തെ 4 സുവിശേഷത്തിൽ ഈ 2 സംഭവങ്ങളേ ഉള്ളൂ. അതായത് വിദൂരത്തിലിരുന്ന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നൊരു സംഭവമാണത്. ഒന്ന് ശതാധിപൻ്റെ വൃത്യൻ, 2 ഇത് സീറോ ഫെനീഷ്യൻ സ്ത്രീയുടെ മകള്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 2 പേരും വിജാതീയരാണ്. 2 പേരും വിജാതീയരാണ്. 2 പേരും ഈ സൗഖ്യം വാങ്ങിക്കുന്നത് അസാധാരണമായൊരു വിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴാണ്. മറ്റേയാളെന്താ പറയുന്നത്? നീ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. ഇവിടെ പറയുന്നത് ഞങ്ങൾ നായ്ക്കളാണ്, താഴെ വീഴുന്ന അപ്പകഷണം തന്നാലും മതി.
അതായത് അടുത്ത തലത്തിലുള്ളൊരു വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ദൂരത്തിൻ്റെ മേൽ കർത്താവ് ഒരു അധികാരം പ്രയോഗിക്കുകയാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയാമോ? നമ്മൾ വിദൂരത്തിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദൂരത്തിലിരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ ഒരാൾക്ക് വിടുതലും മാനസാന്തരവും ഉണ്ടാവാം. അതിനുള്ളൊരു സാധ്യത യേശുവിലുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ അസാധാരണമായ വിശ്വാസം അവളിൽ തെളിഞ്ഞു വരാൻ അങ്ങ് ഉപയോഗിച്ച മാർഗങ്ങൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, മനുഷ്യൻ്റെ നിരീക്ഷണത്തിൽ ചിലപ്പോൾ ഒഫൻസീവാകുന്ന, അത് വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എങ്കിലും കർത്താവെ, അങ്ങ് ഞങ്ങൾക്കതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, കർത്താവിനെ ദൈവമായി ആരാധിക്കാൻ, ദൈവമായി കാണാൻ, ദൈവമായി അനുകരിക്കാൻ കർത്താവെ ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.